പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം വളരെ ആനന്ദകരമായ ഒരു സഭായോഗം ഞായറാഴ്ച കഴിഞ്ഞ് ഒരു പുതിയ ആഴ്ച നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നു. നാം പോകുന്നിടത്തെല്ലാം ജയം നമ്മൾ കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട എല്ലാ വചനങ്ങളുടെയും അനുഗ്രഹ റിസൾട്ടുകൾ നമ്മൾ കാണും. അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും. നമ്മുടെ അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണ്. ദൈവവചനം വായിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്തോറും നമ്മൾ കൂടുതൽ 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 ധൈര്യമുള്ളവരും പ്രതീക്ഷയുള്ളവരും പ്രത്യാശ കൊണ്ട് നിറഞ്ഞവരുമായി മാറും. അതുകൊണ്ട് കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച് പറയുന്നു, അമിത ബലം. ആനയുടെ ബലം മിതമായ ബലമാണ്. ഇന്ന് ഭൂമിയിൽ കാണുന്ന മനുഷ്യൻ കണ്ടുപിടിച്ച ആറ്റം ബോംബിൻ്റെ ബലം അത് അമിത ബലമാണ്. എന്നാൽ മിതമായ ബലമാണ്. എന്നാൽ കർത്താവിൻ്റെ ബലമാണ് അമിത ബലം. അതിന് ആ ബലത്തെ കണക്ക് കൂട്ടാൻ കഴിയില്ല. ആ ബലത്തിൻ്റെ സൗഖ്യം, ആ ബലത്തിൻ്റെ അനുഗ്രഹം, എല്ലാ പരിമിതികളെയും അത് പൊളിച്ചു കളയും. ഭൂമിയിലുള്ള എല്ലാ ബലവും മിതമായ ബലമാണ്. കർത്താവിൻ്റെ ബലം അമിത ബലമാണ്. ആ ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. മറ്റുള്ളവരുടെ യാഥാർത്ഥ്യം നമ്മുടെ യാഥാർത്ഥ്യമാകണമെന്നില്ല. നാം എന്ത് കാര്യവും ദൈവത്തോട് ചോദിക്കണം. മറ്റുള്ളവരോട് ചോദിച്ചാൽ അവരുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മുടേതാക്കരുത്. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരു വലിയ നദിയിൽ, ആമസോൺ നദി എന്നിരിക്കട്ടെ, ആമസോൺ നദിയിൽ ഒരു ജിറാഫ് നിന്ന് കുളിക്കുന്നു. കുരങ്ങ് നോക്കുമ്പോൾ ജിറാഫ് കഴുത്തോളം വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നു. ഉടനെ കുരങ്ങൻ പറഞ്ഞു, ഇത്രയും വെള്ളമുള്ളോ? ഇവിടെ ആഴമൊക്കെ കുറവാ. ജിറാഫ് പറഞ്ഞു, എന്നെ നോക്ക്, കഴുത്തോളം വെള്ളത്തിലാണ്. ശരിക്ക് 5 ആൾ താഴ്ചയിലാണ് കുരങ്ങൻ നിൽക്കുന്നത്. കുരങ്ങന് അതിനകത്തോട്ട് പോയാൽ തീർന്നു, അത്രയും ആഴമാണ്. എന്നാൽ ജിറാഫിന് അത് വന്നിട്ട് കഴുത്തോളം വെള്ളമേ ഉള്ളൂ. മറ്റുള്ളവരുടെ ജീവിത യാഥാർത്ഥ്യവും അനുഭവവുമായിട്ട് നിന്റെ ജീവിതത്തെ നീ താരതമ്യം ചെയ്യരുത്. ജിറാഫിൻ്റെ ഉയരവും കുരങ്ങൻ്റെ ഉയരവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ജിറാഫ് പറയും, എനിക്ക് കഴുത്തോളം വെള്ളമേ ഉള്ളൂ, ഇവിടെ ആഴമില്ല. അത് അവൻ്റെ അനുഭവമാണ്. എന്നാൽ നീ വേറെയാ, നിന്റെ ജീവിതം വേറെയാ, നിന്റെ സൃഷ്ടിപ്പ് വേറെയാ. അത് മറ്റൊരാളെ കണ്ട് അവൻ്റെ ജീവിതവുമായി നിന്റെ ജീവിതത്തെ താരതമ്യം ചെയ്ത് ചതിക്കുഴിയിൽ പോയി ചാടരുത്. അവർക്കത് കറക്റ്റാ, നിനക്കത് ശരിയല്ല. പല കാര്യത്തിലും ചിലർ ചോദിക്കും, ഞങ്ങൾക്ക് കള്ളു കുടിക്കാമോ? ചിലർക്ക് കള്ളു കുടിക്കാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കത് പറ്റില്ല. നിന്റെ നിർമ്മിതി വേറെയാ, നീ ഒരു വൃതസ്ഥനാണ്. അതുകൊണ്ട് നാം നമ്മെ മറ്റുള്ളവരുടെ ജീവിതത്തോട് തുലനം ചെയ്യരുത്. അവരെ പോലെയല്ല നാം. മത്സ്യങ്ങളിൽ തന്നെ എന്തെല്ലാം വ്യത്യസ്ത മത്സ്യങ്ങളുണ്ട്. കരയിൽ ദിവസങ്ങളോളം കിടന്നാൽ വരാല് പോലെയുള്ള ചില മീനുകൾ ചാകില്ല. എന്നാൽ കരിമീൻ പോലെയുള്ള ജീവികളോ കരയിലേക്ക് വന്ന് മിനിറ്റുകൾക്കുള്ളിൽ ചത്തുപോകും. അപ്പം മറ്റുള്ളവരോട് നാം നമ്മെ തുലനം ചെയ്യരുത്. ഓരോരുത്തരുടെ ജീവിതം വേറെയാണ്. നാം നമ്മെ ഒരിക്കലും മറ്റുള്ളവരുടെ അളവുകോലായിട്ട് വെച്ച് അവരിലൂടെ നമ്മെ അളക്കരുത്. എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫിനെ നാം തിരിച്ചറിയണം. നമ്മുടെ ഉയരം, നമ്മുടെ പരിമിതി, നമ്മുടെ ബലഹീനത, നമ്മുടെ തോൽവികൾ, നമ്മുടെ വിജയം എല്ലാം വ്യത്യസ്തമാണ്. ആരോടൊക്കെയോ ദൈവം ഈ കഥകളിലൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഈ പുതിയ ആഴ്ചയിൽ ബലപ്പെടുത്തട്ടെ. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം.
റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 2 വാക്യം വായിച്ചു. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അത് പറഞ്ഞ് നമ്മൾ 5 വാക്യം വരെ വായിച്ചു. ഈ കാലത്തിലും കൃപയാൽ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. അപ്പം നമുക്ക് കൃപയാലുള്ള തെരഞ്ഞെടുപ്പുള്ള ഒരു ശേഷിപ്പാണ് നമ്മൾ. നമ്മെ ദൈവത്തിന് വേണം, നമ്മെ ദൈവത്തിന് ആവശ്യമാണ്. ഇന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണോ? നിങ്ങളെ ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് ഈ ജീസസ് എവരിഡേ ആദ്യമായിട്ട് കണ്ടത്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിന് ഇന്നു മുതൽ നിങ്ങളെ വേണം, ഇന്നു മുതൽ ദൈവത്തിൻ്റെ പൈതലായി തീരാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന സന്ദേശം നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. നിങ്ങളൊരു പരാജയമല്ല, നിങ്ങളൊരു തോൽവിയല്ല, നിങ്ങളൊരു കഷ്ടമല്ല, നിങ്ങളൊരു വിധിയല്ല, നിങ്ങളെ ദൈവം എഴുതി തള്ളിയതല്ല, നിങ്ങൾ ഭൂമിക്ക് ഭാരവുമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകം കൃപയാലുള്ള ഒരു ശേഷിപ്പാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് രക്ഷിക്കപ്പെടാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 6 വാക്യം, കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. പ്രവർത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. പണം കൊണ്ടും കഴിവുകൊണ്ടും ചടങ്ങുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ദൈവത്തെ നിങ്ങളാരും ചലിപ്പിക്കാൻ പോകുന്നില്ല, ഞാനും ചലിപ്പിക്കാൻ പോകുന്നില്ല. വഴിപാട് കൊണ്ടോ ആരാധന കൊണ്ടോ സ്വോത്രകാഴ്ച വലിയ ഓഫറിങ് കൊണ്ടോ ഒന്നും ദൈവത്തെ അനക്കാൻ പറ്റില്ല. ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ വീഴണം. യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങേ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കും. എൻ്റെ എല്ലാ പാപവും എന്നോട് പൊറുക്കണമേ. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം എനിക്ക് തരണമേ. അങ്ങനെ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങളെവിടെയെങ്കിലും പോയി തലമൊട്ടയടിച്ചത് കൊണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ ഒന്നും കാര്യം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വലിയ ഹോമങ്ങളോ പൂജകളോ ചെയ്തുകൊണ്ട് ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതി. ഈ ആയുസ് കൊണ്ട് മുഴുവൻ ചെയ്യുന്ന ഹോമങ്ങളെക്കാൾ ദൈവസന്നിൽ തകർന്ന് നുറുങ്ങിയ ഹൃദയത്തെ ദൈവം തള്ളിക്കളയില്ല. അതാണ് 51 സങ്കീർത്തനം ഒക്കെ പറയുന്നത്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിച്ച് കളയില്ല. തകർച്ചയോടെ, കണ്ണുനീരോടെ, അനുതാപത്തോടെ കർത്താവിലോട്ട് മടങ്ങി വരണം. പ്രവർത്തിയാലല്ല. പ്രവർത്തിയാലാണെങ്കിൽ കൃപയ്ക്ക് ഒരു വിലയില്ല. അപ്പോൾ കൃപയെന്ന് പറയുന്നത് അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന ദാനം. 7 വാക്യം, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കും. അപ്പോൾ തിരഞ്ഞതുകൊണ്ട് കിട്ടണമെന്നില്ല, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കത് ലഭിക്കും. ഇന്നത് കേട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം വരികയാണ് നിങ്ങളുടെ ചെവിയിലോട്ട്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയണം. ഇസ്രായേൽ വിചാരിച്ചിട്ട് അവർക്ക് അതിലെത്താൻ കഴിഞ്ഞില്ല, എന്നാൽ തകർച്ചയോടെ, ഹൃദയ നുറുക്കത്തോടെ, നെഞ്ചത്തടിച്ചുകൊണ്ട് 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയത് യേശു പഠിപ്പിച്ചു. ഒരു പരീശനും ഒരു പാപിയും, ഒരു ചുങ്കക്കാരൻ. പരീശൻ, കർത്താവേ, ഞാൻ ദശാംശം തരുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഇവനെ പോലെ അല്ലാത്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞപ്പോൾ ചുങ്കക്കാരനപ്പുറത്തിരുന്ന് സ്വർഗത്തിലോട്ട് പോലും നോക്കാൻ അവന് ഭയമായിരുന്നു. അവൻ തലകുനിച്ച്, കർത്താവേ, എന്നോട് കരുണ തോന്നണം. അവൻ നീതീകരിക്കപ്പെട്ടു എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചവനോ, കിട്ടുന്നതിനെല്ലാം ദശാംശം കൊടുക്കുന്ന പരീശനോ,
കോടികൾ ദൈവവേലയ്ക്ക് ചെലവാക്കിയതോ? ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, ഏറ്റുപറയുന്ന ഹൃദയം. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല. അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം. കർത്താവ്, ഇനി ഞാനില്ല, എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, നീ എന്നെ സഹായിക്കണം. ഞാൻ വിചാരിച്ചിട്ട് പല പാപങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, എന്നോട് ക്ഷമിക്കണം. ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരും. എത്ര ലളിതമാണ്. ഞാൻ റോമാലേഖനം നിങ്ങളെ പഠിപ്പിക്കുന്നത് എത്ര സിമ്പിളാണ്. ഇന്നത്തെ ആഴമേറിയ 25 കൊല്ലത്തെ ആഴമേറിയ പഠനമൊന്നുമല്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, തകർന്ന ഒരു ഹൃദയത്തോടെ ഏറ്റുപറ. ദാവീദ് ഭയങ്കര പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു, അതാരും അറിയാതിരിക്കാൻ കൊലപാതകവും ചെയ്തു. അങ്ങനെ മരണകരമായ 2 പാപം ചെയ്തവൻ ഒരു നാഥാൻ പ്രവാചകൻ വീട്ടിൽ വന്ന് നീ തീർന്നു പോകൂടാന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ വീണ് കിടന്നു. ഒറ്റ കരച്ചിൽ. 51 സങ്കീർത്തനമൊക്കെ എഴുതി കുറ്റം മുഴുവൻ ഏറ്റുപറഞ്ഞു. ദൈവത്തിൽ വീട് കിടന്ന് നിലവിളിച്ചു. ദൈവം അവനോട് കരുണ കാണിച്ചു. ആഹാബ് എന്ന രാജാവ്, ഇസബേലിൻ്റെ ഭർത്താവ്, 2 പേര് ഭാര്യയും ഭർത്താവും ദൈവത്തിന് ചെയ്ത ദോഷം പോലെ ആരും ചെയ്തിട്ടില്ല. അത്രയും ദ്രോഹം ചെയ്ത, ഇസ്രായേൽ മുഴുവനും പാപം കൊണ്ട് നിറച്ച ദുഷ്ടനായ രാജാവ്. ആ രാജാവ് എതിരെ കുറെ ദൈവാലോചന വന്നപ്പോൾ നീ തീർന്നു പോകുമടാ എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് ദൈവത്തിൽ വീണ് കടന്ന് കരഞ്ഞു. അയ്യോ, എനിക്കത് ഭവിക്കരുതേ. അവൻ ഏറ്റുപറഞ്ഞ അന്ന് തന്നെ ദൈവം അവന് വിടുതലുണ്ട്. എന്ത് നല്ലൊരു ദൈവമാണ് നമുക്കുള്ളത്. എന്ത് കരുണയുള്ളൊരു കർത്താവ് നമുക്കുണ്ട്. നല്ല ദൈവം, മനസ്സലിവുള്ള ദൈവം, മനസാക്ഷിയുള്ളൊരു ദൈവം. എത്ര വലിയ കടുംചുവപ്പായ പാപമാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവ്. എന്തോ ഈ 2-3 ദിവസമായിട്ട് ഇത് തന്നെ ആരോടൊക്കെയോ ഇടപെടുന്നുണ്ട് നിങ്ങളുടെ മനസാക്ഷി. എത്ര കലങ്ങി തകർന്നു പോയാലും കരുണയുള്ള മനസ്സലിവുള്ള ദൈവം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അല്ല, നിങ്ങളെ കളഞ്ഞിട്ട് അടുത്തയാളെ തപ്പി നടക്കുന്ന ദൈവമല്ല. നിങ്ങളെ മുന്നറിഞ്ഞതാണ്. നിങ്ങളെ കൈവിട്ട് കളയാൻ കഴിയില്ല. പത്രോസ് പിന്മാറിപ്പോയി, കർത്താവ് പുറകെ കൂടി. ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കും. കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട് പോയ പുള്ളിയാ. സകല ഉപേക്ഷിച്ചു ഇറങ്ങി തിരിച്ചിട്ട് എല്ലാം വീണ്ടും എടുത്ത് പുറകെ പോയി പടകിൻ്റെ വള്ളത്തിൻ്റെ പുറകെ പോയി പഴയ ജീവിതം ആരംഭിച്ചവനാ. വിട്ടില്ല കർത്താവ്. ആ കർത്താവ് നിങ്ങളെയും എന്നെയും വിടുന്നില്ല. ഇല്ല, നമുക്ക് തോൽക്കാനോ പരാജയപ്പെടാനോ നശിക്കാനോ പിന്മാറാനോ സാധ്യമല്ലെന്ന്. ഇതാണ് 11-ാം അധ്യായത്തിലെ ഓരോ വാക്കുകളിലും 7-ാം വാക്യം. ആകയാൽ എന്ത് ഇസ്രായേൽ താൻ തിരഞ്ഞെടുത്തത് പ്രാപിച്ചു, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കും. ചിലർ കഠിനപ്പെട്ടത് ദൈവം തിരഞ്ഞെടുത്തതല്ല. എന്നാൽ ഹൃദയം താഴ്ത്തി ദൈവത്തിൽ വീഴുന്നുണ്ടെങ്കിൽ, കഠിനത മാറിയെങ്കിൽ, ഹൃദയകാഠിന്യം മാറിയെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്. നിങ്ങൾ ദൈവത്തിൽ വീഴുന്നെങ്കിൽ, അഹങ്കാരം കളഞ്ഞെങ്കിൽ, താഴ്മയോടെ കണ്ണുനീരോടെ ദൈവത്തിൽ വീഴുന്നുണ്ടെങ്കിൽ, ഉപവസിക്കുന്നുണ്ടെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്. ദൈവം തിരഞ്ഞെടുത്തില്ല എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ഹൃദയകാഠിന്യം. എന്ത് കേട്ടാലും ഒരനക്കമില്ല. ദൈവത്തിൽ വരാനോ തങ്ങളെ തന്നെ താഴ്ത്താനോ ഒരു മനസ്സുമില്ല. ദൈവം തള്ളിയതിൻ്റെ ലക്ഷണമാണ്. ആ ലിസ്റ്റിൽ നമ്മൾ ആരും വരരുത്. പെട്ടെന്ന് ദൈവത്തിൽ വീഴ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹൃദയകാഠിന്യം വരരുത്. എത്ര കാലം കഴിഞ്ഞാലും ഞാനെന്നുള്ളൊരു വാക്ക് വരരുത്. താഴ്മയോടെ ദാസൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. കർത്താവ്, ഇത് എൻ്റെ മിടുക്കല്ല, ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കൃപയാലാണ് എന്ന് പറയാൻ ജീവിതത്തിൻ്റെ അവസാനം വരെയും ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഹൃദയകാഠിന്യമില്ലാത്ത, താഴ്മയുള്ള, വസ്ത്രങ്ങളെയല്ല ഹൃദയത്തെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തിൽ വീഴുന്നവരാക്കി എന്നും ഞങ്ങളെ താഴ്മയുള്ളവരാക്കണം.
പരീശനെ പോലെ സ്വയം നീതീകരിക്കാതെ ആ ചുങ്കക്കാരനെ പോലെ മാറത്തടിക്കുവാനും വീണുകിടക്കാനും എന്നെയും ഇത് കേൾക്കുന്നവരെയും സഹായിക്കണമേ. ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണമേ. എൻ്റെ എല്ലാ തെറ്റുകളും എന്നോട് പൊറുക്കണം. ഇത് കേൾക്കുന്നവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ. ഒരു പുതിയ വിശുദ്ധ ജീവിതത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. കഠിനപ്പെടാത്ത താഴ്മയുള്ളൊരു ജീവിതം നയിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്ക് വീഴാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാമം വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു, ഭൂവെല്ലാം നിന്നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു, ഭൂവെല്ലാം നിന്നാമം വാഴ്ത്തുന്നു. സ്നേഹിക്കുന്നേ താതനെ ആരാധിച്ചു വാഴ്ത്തും. സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നേ താതനെ ആരാധിച്ചു വാഴ്ത്തുന്നു, ഭൂവെല്ലാം നിന്നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു, ഭൂവെല്ലാം നിന്നാമം വാഴ്ത്തുന്നു. സ്നേഹിക്കുന്ന യേശുവേ, സ്നേഹിക്കുന്ന യേശുവേ ആരാധിച്ചു വാഴ്ത്തും. Jesus, we love you. സ്നേഹിക്കുന്ന യേശുവേ ആരാധിച്ചു വാഴ്ത്തുന്നു, ഭൂവെല്ലാം നിന്നാമം വാഴ്ത്തുന്നു, നാമം വാഴ്ത്തുന്നു,
യേശുവേ, ഞങ്ങളുടെ നാമത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ